സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മസാല ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് അരച്ചു വെച്ച മാവിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലി മാവ് തന്നെയാണ്. ഇഡ്ഡലി മാവ് എടുത്ത് ചുടേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. ആദ്യം 150 ഗ്രാം പനീർ എടുത്ത് അതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ഇട്ടുകൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഉപ്പ്, ഇനി 1/4 ടീസ്പൂൺ വെള്ളവുമൊഴിച്ച് എല്ലാം നല്ലതുപോലെ ചേർത്ത് വയ്ക്കാം. പിന്നെ വേണ്ടത് 25 ഗ്രാം ബട്ടർ ഉരുക്കിയത്. അതല്പം കുറഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു സവോള മുറിച്ചത്, ഒരു ക്യാപ്സിക്കം മുറിച്ചത്, എല്ലാം ചെറുതായാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി 50 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്തത്, ഒരു കഷ്ണം കാബേജ് ചെറുതായി മുറിച്ചത്, ഇനി ഇവയെല്ലാം നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കറിയോ ചമ്മന്തിയോ ഒന്നുമില്ലാതെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതെല്ലാം ഇട്ട ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ അരപ്പിടി മല്ലിയിലയും പുതിനയിലയും കൂടി മുറിച്ചത് കൂടി വേണം. ഇതും ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി പുതിനയിലയോ മല്ലിയിലയോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല.
ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് ഉരുക്കിയ ബട്ടർ ഒഴിച്ചു കൊടുത്ത് മസാല ചേർത്ത് വെച്ച പനീർ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഇവയെല്ലാം കരിയാതെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടിച്ച പനീർ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം നേരത്തെ ചേർത്ത് വെച്ച പച്ചക്കറിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം ബാക്കിയുള്ള ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കിയ ശേഷം വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ വെന്തു എന്ന് കണ്ടാൽ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും നിങ്ങൾക്ക് കൂടുതലായി വേണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇഡ്ലിത്തട്ടിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയ കൂട്ട് തണുത്ത ശേഷമാണ് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കേണ്ടത്.
ചൂടോടെ ഇട്ടാൽ ഇഡ്ഡലി കല്ലിച്ചു പോകും. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മാവ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. പനീർ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ ഉണ്ടാക്കി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായ ഇഡ്ഡലി തന്നെയാണ്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.